പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയമിക്കുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം മൂവാറ്റൂർ ജില്ല എന്ന സ്വപ്നത്തിന് നിറം പകരുന്നു. കേരളത്തിൽ ഇനിയൊരു ജില്ല രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരിത്രപ്രധാനമായ വാഗ്ദാനം പുതിയ UDF സർക്കാർ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയമിക്കുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം മൂവാറ്റുപുഴ ജില്ല എന്ന സ്വപ്നത്തിനും നിറം പകരുകയാണ്. കേരളത്തിൽ ഇനിയൊരു ജില്ല രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കുമെന്ന മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരിത്രപ്രധാനമായ വാഗ്ദാനം പുതിയ UDF സർക്കാർ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഒരു ജില്ലയ്ക്ക് അനുയോജ്യമായ വലിപ്പം 7 നിയമസഭാ മണ്ഡലങ്ങളാണെന്നും വിഭജനത്തിനായി വരുന്ന സാമ്പത്തിക ചെലവ് ഭാവിയിലേക്കുള്ള മികച്ച നിക്ഷേപമായി കാണണമെന്നുമുള്ള സബ് കളക്ടറുടെ നിരീക്ഷണം മൂവാറ്റുപുഴയുടെ കാര്യത്തിലും പ്രസക്തമാണെന്ന് ജില്ലാ രൂപീകരണം ആവശ്യപ്പെടുന്ന സമരസമിതികൾ ചൂണ്ടിക്കാട്ടുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന കിഴക്കൻ മേഖലകളിലെ ജനങ്ങളുടെ യാത്രാക്ലേശവും ഭരണപരമായ പ്രതിസന്ധികളും പരിഹരിക്കാൻ പുതിയ ജില്ല അനിവാര്യമാണ്. നിലവിൽ ജില്ലയുടെ ഒരറ്റത്തുള്ള എറണാകുളം കളക്ടറേറ്റിലും മറ്റും എത്തുന്നതിന് മലയോര മേഖലയിലുള്ളവർ മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്നത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട് താലൂക്കുകളും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിന്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കാനായിരുന്നു മുൻപുള്ള ധാരണ. 2011-16 കാലഘട്ടത്തിൽ ജോസഫ് വാഴക്കൻ MLA ആയിരുന്നപ്പോൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും സർക്കാർ തലത്തിൽ പ്രത്യേക പഠനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ജില്ലയുടെ ഭൂപടമടക്കമുള്ള രൂപരേഖ അന്ന് തയ്യാറാക്കിയെങ്കിലും മലപ്പുറം വിഭജനം സംബന്ധിച്ച രാഷ്ട്രീയ തർക്കങ്ങൾ ഉയർന്നതോടെ മൂവാറ്റുപുഴ പദ്ധതിയും ഫയലിൽ ഒതുങ്ങുകയായിരുന്നു. മൂവാറ്റുപുഴ ആസ്ഥാനമാകുന്നതോടെ റവന്യൂ, പോലീസ്, ഭരണ സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുമെന്ന് വികസന സമിതികൾ വ്യക്തമാക്കുന്നു. കൃഷി, ടൂറിസം മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടത്തിനും ഇത് വഴിയൊരുക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും രാഷ്ട്രീയ സമവായവുമാണ് ഇത്തരം നീക്കങ്ങൾക്ക് മുന്നിലുള്ള പ്രധാന തടസ്സങ്ങൾ. എന്നാൽ ഭരണവികേന്ദ്രീകരണം യാഥാർത്ഥ്യമാക്കാൻ ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിവിധ സംഘടനകളും സമരസമിതികളും. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.